നിശ്ചയദാർഢ്യവും കഠിനാധ്വാനത്തിനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും ഏതുയരങ്ങളും താണ്ടാം, സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാം. കണ്ടല്ലൂർ സ്വദേശിയായ കേശവ് സുനീഷ് എന്ന 22-കാരൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ വരെ എത്തിയത് അതിനൊരു ഉദാഹരണമാണ്. കായംകുളത്തെ ഒരു പച്ചക്കറി കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്ത് പണം കണ്ടെത്തിയാണ് കേശവ് സുനീഷ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയത്. ഞാനെത്തി, ഒരുപാട് ആഗ്രഹിച്ചെടുത്ത് ഞാനെത്തി. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നുമുള്ള ഈ വാക്കുകൾക്ക് മൂല്യമേറെയാണ്. I completed guys solo EPC 7 ദിവസം 132 കിലോമീറ്റർ. അയ്യാ, ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്തവർക്കും കൂട്ടുകാർക്കും വിളിച്ച് തിരക്കിയവർക്കും പ്രത്യേകിച്ച് അച്ഛനും അമ്മ ചേച്ചി എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. അയ്യാ, ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എന്താണ് ഇതൊക്കെ മതി. എബീഷത്ത് കായംകുളം പുല്ലകര ഓട്ട ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാനായിരിക്കും. അത് ഇതൊക്കെ പോലെ ഞാൻ ഇവിടെ വരുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. അമ്മയോടായിരുന്നു. അത് പറയുമ്പോഴേ ഉള്ളൂ ഇമോഷണലി ഞാൻ കുറച്ചിതാ വന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് അമ്മയോടായിരുന്നു. പക്ഷെ അമ്മ ഇപ്പം ഇല്ല. എന്തായാലും സോ ഹാപ്പി. കാരണം നിശ്ചയദാർഢ്യവും പ്രയത്നവുമുണ്ടെങ്കിൽ പരിമിതികളുടെ പരിധിയില്ലാതെ സ്വപ്നം കണ്ട ഉയരങ്ങൾ താണ്ടാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 22-കാരൻ. കണ്ടല്ലൂർ സ്വദേശിയായ കേശവ് സുനീഷ് ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ അടിവാരത്തെ തൊടുമ്പോൾ ആ വിജയയാത്രയ്ക്ക് നോവുകളുടെ മേൽ തെളിഞ്ഞു വന്നൊരു മേഘക്കനവിന്റെ നിറകാന്തി കൂടിയുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് പണം കണ്ടെത്തി എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ വരെ എത്തിയ കണ്ടല്ലൂർ വടക്ക് പുതിയവിള പട്ടോളി മാർക്കറ്റ് പണ്ടകശാലയിൽ കേശവ് സുനീഷ് വലിയൊരു മാതൃക കൂടിയാണ്. കായംകുളത്തെ ഒരു പച്ചക്കറി കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്ത് പണം സമ്പാദിച്ചാണ് കേശവ് എവറസ്റ്റ് കയറിയത്. ആ വിജയപഥം ശ്രദ്ധേയമാകുന്നത് ഈ പ്രത്യേകത കൂടി കൊണ്ടാണ്. കഴിഞ്ഞ മാസം 15-ന് എവറസ്റ്റ് കയറാൻ തുടങ്ങിയ കേശവ് 7 ദിവസം കൊണ്ട് 132 കിലോമീറ്റർ താണ്ടിയാണ് ബേസ് ക്യാമ്പിൽ എത്തിയത്. തുടർന്നുള്ള യാത്രയ്ക്ക് നിബന്ധനകൾ ഏറെയാണ്. ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് വേണം എന്നതിലുപരി ഭാരിച്ച സാമ്പത്തിക ചെലവുമുണ്ട്. ഏകാന്ത യാത്രകൾ ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന കേശവ് സുനീഷ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും ചെറുപ്രായത്തിൽ തന്നെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഉത്തർപ്രദേശ് യാത്ര നടത്തുന്നതിനിടയിൽ മുത്തശ്ശി മരിച്ചത് അറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മുത്തശ്ശിയുടെ വലിയ ആഗ്രഹമായിരുന്നു ചെറുമകൻ എവറസ്റ്റ് കയറുക എന്നത്. ആ ആഗ്രഹവും തൻ്റെ ആവേശവും കൂടിയായപ്പോൾ എവറസ്റ്റിൽ എത്തുക എന്നത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നതെന്ന് കേശവ് സുനീഷ് പറഞ്ഞു. കാർത്തികപ്പള്ളി അയ്യച്ചാടി കോളേജിൽ നിന്നും ബികോം ഫിനാൻസ് പാസ്സായ ശേഷം എവറസ്റ്റ് യാത്ര മാത്രമായിരുന്നു കേശവിൻ്റെ മനസ്സ് നിറയെ. പണം വലിയ പ്രതിസന്ധിയായത് മറികടക്കാൻ നന്നായി അധ്വാനിച്ചു. അങ്ങനെയാണ് കായംകുളത്തെ പച്ചക്കറി കടയിൽ ജോലിക്കെത്തുന്നത്. പ്രതിസന്ധികൾ ഒന്നൊന്നായി തരണം ചെയ്ത് പിന്നീട് യാത്ര ആരംഭിക്കുകയായിരുന്നു. സാധാരണ എവറസ്റ്റ് ബേസ് യാത്രകൾക്ക് വലിയ പണച്ചെലവുള്ള ട്രിപ്പ് പാക്കേജുകളാണ് ഉള്ളത്. എന്നാൽ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനത്തിനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും പണച്ചിലവേറെയില്ലാതെ എവറസ്റ്റ് ബേസ് കീഴടക്കാൻ കഴിയുമെന്ന് കേശവിൻ്റെ ദൗത്യം തെളിയിക്കുന്നു. പിതാവ് സുനീഷ്, മാതാവ് ഇന്ദുകല, ഏക സഹോദരി കമല എന്നിവർ വലിയ പിന്തുണയാണ് ഈ യുവാവിന് നൽകുന്നത്. CDNet ന്യൂസ്, കായംകുളം.